ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 8-ാം അധ്യായം 26-ാം വാക്യമാണ്. ഇപ്രകാരം പറയുന്നു: നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വാക്കുകൾ മുറിഞ്ഞു പോകുന്ന, എന്ത് പ്രാർത്ഥിക്കണം എന്നറിയാത്ത അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. കഠിനമായ രോഗപീഠകളിലൂടെയോ പ്രിയപ്പെട്ടവരുടെ വേർപാടിലൂടെയോ തകർന്നുപോയ സ്വപ്നങ്ങളിലൂടെയോ കടന്നു പോകുമ്പോൾ ദൈവത്തോട് ചോദിക്കാൻ പോലും നമുക്കൊരു ഭാഷയുണ്ടാകില്ല. ഒരു കൊച്ചുകുട്ടി കരയുമ്പോൾ ആ കരച്ചിലിൻ്റെ അർത്ഥം അമ്മ മനസ്സിലാക്കുന്നത് പോലെ നമ്മൾ ഹൃദയത്തിലെ വാക്കുകളില്ലാത്ത വേദനയെ പ്രാർത്ഥനയാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവം നമ്മെ കേൾക്കുന്നുണ്ടോ എന്ന് നാം സംശയിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് ദൈവത്തോട് സംസാരിക്കുന്നത് ഇതേ ആത്മാവ് തന്നെയാണ്. ദോമിനും എത് വിവിക്കാത്തം എന്ന രേഖയിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു: പരിശുദ്ധാത്മാവ് മനുഷ്യഹൃദയങ്ങളിൽ വസിച്ചുകൊണ്ട് നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നാം തനിച്ചല്ല. നയിക്കാൻ ഒരു വഴികാട്ടിയായും ആശ്വസിപ്പിക്കാൻ ഒരു തുണയായും പരിശുദ്ധാത്മാവ് നമുക്കൊപ്പമുണ്ട്. ഈ ആത്മാവിനായി നമുക്ക് ഹൃദയങ്ങൾ തുറക്കാം. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഇ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.